ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ദൈവജനമേ, ദൈവവചനം പ്രസംഗിച്ച് കൊതി തീരാത്ത ഒരു മനുഷ്യനധികം നിൽക്കുന്ന ഫാദർ ആൻ്റണി ചിറ്റിലപ്പള്ളി. 35 വർഷമായിട്ട് ഞാനും എൻ്റെ പെങ്ങളും ജെസ്സിയും അച്ഛൻ്റെ ടീമിലാണ് പ്രിയപ്പെട്ടവർ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര കൊറ്റാമം അടുത്ത് ധനുവച്ചാപുരം എന്ന സ്ഥലത്തുള്ള ഒരു ഇടവപ്പള്ളി. അവിടെ 4 ദിവസത്തെ കൺവെൻഷൻ വന്നിരിക്കുക. വചനം പ്രസംഗിക്കാനാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സടകൂട എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ല അച്ഛന് ഓടി നടക്കുന്ന ഒരു വൈദികൻ. ഞാൻ നന്ദി പറയാം പ്രിയപ്പെട്ടവർ. അൾത്താരയിൽ ദൈവത്തിൻ്റെ തിരുവചനം പ്രസംഗിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ ദൈവം ഈ വൈദികനിലൂടെയാണ്. എന്നെ എൻ്റെ പെങ്ങളെയൊക്കെ. സ്നേഹമുള്ള ദൈവമക്കളെ, വചനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് മൈക്ക് എങ്ങനെ പിടിക്കണം, നീ ഇങ്ങനെ പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞു തന്ന് എന്നെ ഒരു ധ്യാന ഗുരുവാക്കി തന്നെ മാറ്റിയിരിക്കുക. ഞാനിപ്പോൾ ഹിന്ദി നോർത്തിലും നോർത്ത് ഈസ്റ്റിലൊക്കെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ വലിയൊരു അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോവുക. ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഫോൺ ചെയ്ത് ഫോണിലൂടെ അച്ഛൻ പ്രാർത്ഥിച്ചോളോ പോവാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് വരെ ആ ദൈവവചനത്തിൻ്റെ അഭിഷേകം അച്ഛനിലൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ കുടുംബത്തോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഒത്തിരി നന്ദി പറയാണ് ഞാനും എൻ്റെ പെങ്ങളൊക്കെ. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നും അതെ, അച്ഛനിപ്പോൾ പ്രായം ഇത്രയൊക്കെ ആയി, എന്നാലും വചനപ്രസംഗമുണ്ട്, ധ്യാനമുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഓടി വരും. ഇന്നാൾ ഒറീസയിലേക്ക് പോയിരുന്നു. ഒറീസയിൽ പലാസ എന്ന സ്ഥലത്തൊക്കെ ചെന്ന് ധ്യാനം പ്രസംഗിക്കാൻ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ ദൈവവചന പ്രസംഗം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക്. ഇനിയിപ്പോൾ അരുണാചൽ പോകണമെന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ തിരുവചനത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച് ഇതാ ഒരു പൗരോഹിത്യം ഏറ്റെടുത്ത് വിവാഹം വേണ്ട, കുടുംബം വേണ്ട, എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവനാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അന്യജനോർത്ത് ഞാൻ നന്ദി പറയാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ. വിളവധികമാണ്, വേലക്കാർ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനായിട്ട്. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഞാൻ നോർത്ത് ഈസ്റ്റൊക്കെ പോകുമ്പോൾ കാണാൻ വൈദികരില്ല കുമ്പസാരിപ്പിക്കാൻ. അതുപോലെ ഒരച്ഛന് തന്നെ 8-10 വില്ലേജുകളാണ്. എല്ലാ വില്ലേജിലും എല്ലാ ഞായറാഴ്ചയും കുർബാനയൊന്നും അർപ്പിക്കാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ വൈദികർ, മലയാളി വൈദികർ ഒത്തിരി ഉണ്ട് അവിടെ. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈദികരും ഓടി നടന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം തിരുസഭയ്ക്ക് വേണ്ടി. ഒന്ന് ഓർത്ത് നോക്കിയാൽ കുമ്പസാരമൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മനുഷ്യൻ്റെ? പാപത്തിൻ്റെ ആ ഭാരം പേറി മനുഷ്യനിങ്ങനെ അസ്വസ്ഥനായിട്ട് നടക്കില്ലേ? സ്നേഹമുള്ള ദൈവമക്കളെ, നന്ദി പറയപ്പിയുള്ള വൈദികരെ, സിസ്റ്റേഴ്സിനെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളെയും ഞങ്ങൾ ഓർക്കും. അച്ഛൻ 2 വാക്കൊന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിലെ സമാപനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ലോകമെങ്ങു പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ, ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ പ്രേക്ഷിത ദൗത്യം, ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹമാണ്. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. സെമിനാരിൽ ചേർന്നു. ദൈവാനുഗ്രഹത്താൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ തിയോളജി പഠിക്കുമ്പോൾ തന്നെ ധ്യാനം കൂടാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവവചനം പ്രഘോഷിക്കാനുള്ളതായ പ്രത്യേക കൃപ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. അതിനുശേഷം തിരുപ്പട്ടം സ്വീകരിച്ച് തൃശ്ശൂർ അതിർത്തിയിലേക്ക് കടന്നു വന്നപ്പോൾ 1981 മുതലേ ദൈവവചനം എല്ലായിടത്തും പോയി പ്രഘോഷിക്കാനായിട്ട് കർത്താവ് കൃപ കിട്ടി. ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് എനിക്ക് ഈ രൂപതയിൽ സാധിച്ചു എന്നുള്ളവരെ ദൈവത്തോട് അനന്തമായ നന്ദി ഈ അവസരത്തെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവാനുഗ്രഹത്താൽ പട്ടം കിട്ടി 44 വർഷമായി. ഈ 44 വർഷവും കർത്താവിന് വേണ്ടി വചനം പ്രഘോഷിക്കാനായിട്ട് എല്ലായിടത്തും ഓടി നടന്ന് പ്രസംഗിക്കാൻ കർത്താവ് കൃപ നൽകി. വചനം പ്രഘോഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷത്തിൽ
വിശ്വസിക്കുമെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ സന്ദേശം, ആ മാനസാന്തരപ്പെടുത്താനുള്ള വലിയ കൃപ, കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കൂടെ നിൽക്കുന്ന സണ്ണി ബ്രദറും ജെസി സഹോദരിയും എൻ്റെ കൂടെ 35 വർഷമായിട്ട് കൂട്ട് പ്രേക്ഷിത വേലക്കാരാണ്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് സണ്ണി ബ്രദർ കേരളത്തിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലെ മുഴുവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ അവിടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഹിന്ദിയിൽ പ്രസംഗം കൊണ്ട് അനേകായിരങ്ങളെ കർത്താവിലേക്ക് നയിക്കുന്ന വലിയൊരു പ്രേക്ഷിത വേലക്കാരനായി മാറിയിരിക്കുകയാണ്. പൗലോസിനെ പോലെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെയും മതമർദ്ദനങ്ങളുടെയും കാലഘട്ടത്തിൽ അവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ആസാമിലും എല്ലാം ഹിന്ദിയിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പൗലോസ് വിജാതിയുടെ അപ്പസ്തനായി തീരുന്ന പോലെ ഇന്ന് സണ്ണി വിജാതിയുടെ അപ്പസ്തനായിട്ട് കർത്താവ് ഉയർത്തിയാണ്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കൂടെ നിൽക്കുന്ന സഹോദരി ജെസി, ഞാൻ വെൾപ്പായിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 1984 കാലഘട്ടത്തിലാണ് അവിടെ വൺ ഡേ ധ്യാനത്തിന് കടന്നു വന്നതാണ്. അവിടെ വെച്ച് കർത്താവിൻ്റെ പ്രത്യേക സന്ദേശം ലഭിച്ചു. ജെസിയെ കർത്താവ് വചനം പ്രഘോഷിക്കാൻ വിളിക്കുക എന്നുള്ള സന്ദേശം എനിക്ക് ലഭിച്ചു. ആ സന്ദേശത്തിൻ്റെ ഫലമായിട്ട് കർത്താവിൻ്റെ പ്രത്യേക അഭിഷേകം ജെസി സഹോദരിക്ക് ലഭിക്കുകയും ഇന്ന് ലോകത്തെല്ലായിടത്തും എന്നവണ്ണം സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിവിധ ധ്യാന മന്ദിരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. മുരിങ്ങൂരും ജെറുസലേമിലും ഗാഗുൽത്തായിലും മറ്റ് ധ്യാന മന്ദിരങ്ങളിലും എല്ലാം സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അനേകം മക്കളെ കർത്താവിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് പ്രത്യേകമായ അഭിഷേകം ലഭിച്ചിരിക്കുന്നതാണ് ജെസി സഹോദരിക്ക്. എന്നോടൊത്ത് ഇത്രയും വർഷം 35 വർഷം കർത്താവ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അഭിഷേകം ചെയ്തതിനെ ഈ അവസരം ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ മൂവരും കൂട്ടുവേലക്കാരായി തീർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി കർത്താവിനെ പ്രഘോഷിക്കും. കർത്താവ് കൃപ എന്നതിന് ഈ അവസരത്തിൽ 1000 നന്ദി പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നും അറിയാത്ത കാലത്ത് ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് അച്ഛൻ്റെ ടീമിൽ വന്നു പെട്ടു. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആരംഭിച്ചു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഒരപ്പനും മക്കളും പോലെ ഞാനും എൻ്റെ ആങ്ങളെയും ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ നടക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പം ഞങ്ങൾ അച്ഛന് കൊണ്ട് നടക്കുക. എവിടെയൊക്കെ പോകുമ്പോഴും ഒരുമിച്ച് പോകുന്ന ഒരു സന്തോഷവും ആ ദൈവത്തിൻ്റെ കൃപയും ആരംഭം തൊട്ട് പഠിപ്പിച്ചു തന്നു. അച്ഛൻ വചനം പഠിപ്പിച്ചു തന്നു. സ്പിരിച്വൽ കൗൺസിലിങ്ങിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ എല്ലാം പറഞ്ഞു തന്നു. ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പും അച്ഛൻ ദൈവകൃപയിൽ വളർത്തി. ദൈവം വളർത്തിയ അതേ സ്നേഹത്തോടെ അച്ഛനും ഞങ്ങളെ വളർത്തി. ഒത്തിരി നന്ദിയുണ്ട്. അച്ഛനോട് ഒത്തിരി നന്ദി പറയുകയാണ്. ഇപ്പോൾ ഈ ഒരുമിച്ച് തമ്പുരാൻ്റെ ശുശ്രൂഷയിൽ ഇപ്പം ഞങ്ങൾ വന്നത് ധ്യാനത്തിന് തന്നെയാണ്. ഇപ്പോൾ ഈ വന്ന ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. ഇന്നും ഞങ്ങൾ അനുസരണത്തിലും കൃപയിലും സ്നേഹത്തിലും അച്ഛനോട് ചേർന്ന് ഇനിയും അങ്ങനെ തന്നെ ദൈവം എത്രമാത്രം നടത്തുന്നോ അത്രയും ദൈവത്തിൻ്റെ കൃപയിലായിരിക്കാൻ ദൈവം അനുഗ്രഹിച്ച് കൊണ്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന് ആയുസ് ആരോഗ്യം നൽകി സൗഖ്യം നൽകി കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്ക് അച്ഛനിൽ നിന്നൊരു ആശീർവാദം സ്വീകരിക്കാം. ഒരു വൈദികൻ്റെ ആശീർവാദത്തിന് അനുഗ്രഹത്തിനൊക്കെ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ അനേകം വൈദികരുടെ അനുഗ്രഹവും ആശീർവാദമൊക്കെ സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ ശുശ്രൂഷ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന. നമുക്ക് അച്ഛനിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും അങ്ങനെ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാട്ട് പാടാൻ വന്ന ജീസനാണ് കേട്ടോ. ഗാകുൽത്തയിലുള്ള ജീസനെ റെക്കോർഡ് ചെയ്യാൻ വേറെ ആളില്ലല്ലോ, അതുകൊണ്ട് അവനെ ഏൽപ്പിച്ചിരിക്കുക ക്യാമറ. അവന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.